ഒരിക്കൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേരാനുള്ള ആഗ്രഹമാകട്ടെ വിജയ് രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരുന്നതായും എന്നാൽ അതിന് പിന്നീട് സാധിച്ചിരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് അതേ കോൺഗ്രസ് തന്നെ ഇപ്പോൾ വിജയ് സർക്കാരിന്റെ ഭാഗമായിരിക്കുകയാണ്. ഇതോടുകൂടി ഇവിടെ ഒരു ചരിത്രം തന്നെ കുറിക്കപ്പെടുകയാണ്. ഇവിടെയാണ് വീണ്ടും കോൺഗ്രസ് പാർട്ടിയെ മറ്റു ചില കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുന്നത്. ആരെയും എവിടെയും വില കുറച്ച് കാണരുത് എന്നതാണത്. രാഷ്ട്രീയത്തിൽ ആരെയും ചെറുതായി കാണുവാനോ അവരുടെ സാധ്യതകളെ വില കുറച്ച് വിലയിരുത്തുവാനോ പാടില്ല എന്നതാണ്. കാലം, സാഹചര്യം, ജനപിന്തുണ ഇവയെല്ലാം മാറുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങളും അതിവേഗം തന്നെ മാറിമറിയും. ഒരിക്കലും പിന്തുണ തേടിയ വ്യക്തി പിന്നീട് സ്വതന്ത്ര ശക്തിയായി തന്നെ ഉയരുന്നതും വലിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെല്ലുവിളിയാകുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലവട്ടം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നാൽ അതേപോലെ ഒരു മാറ്റമാണ് ഇന്ന് തമിഴകത്തും ഉണ്ടായിരിക്കുന്നത്. 2009 വിജയ് ആദ്യമായി തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ചേരാനുള്ള ആഗ്രഹം അവിടെ അറിയിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2009 വിജയ് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ആ സമയത്ത് വിജയ് കോൺഗ്രസിൽ ചേരുമെന്നും അദ്ദേഹത്തിന്റെ ആരാധനാ കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കമാകട്ടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും ശക്തമായ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കൂട്ടായ്മ വെറും ഒരു മര്യാദയുടെ പുറത്തുള്ളതായിരുന്നു എന്നതാണ് പിന്നീട് ഇതിനോടായി തന്നെ വിജയ് പ്രതികരിച്ചത്. ഇന്നാകട്ടെ ഇതിനെല്ലാം ഒടുവിലായി തന്നെ അവസാന ചിത്രം തെളിയുന്നത് കോൺഗ്രസ് വിജയ് നയിക്കുന്ന സർക്കാരിൽ പങ്കാളികളാകുന്നു എന്നതിലേക്കാണ്. കഠിനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തന്നിൽ വിശ്വാസമർപ്പിച്ച രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും വിജയ് നന്ദിയോടെ തന്നെ സ്മരിക്കുകയും രാഹുലിനെ തന്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തമിഴ്നാട്ടിലെ തന്റെ പഴയ സഖ്യകക്ഷിയായ DMK വിളിച്ചുകൂട്ടിയ പല യോഗങ്ങളിലും രാഹുൽ പങ്കെടുത്തിരുന്നില്ല. സീറ്റ് വിഭജനത്തിലും അധികാരം പങ്കിടുന്നതിലുമുള്ള തർക്കങ്ങളെ തുടർന്നായിരുന്നു എന്നതാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന് കോൺഗ്രസിന്റെ ആവശ്യം DMK പല തവണ തള്ളിക്കളഞ്ഞു. മാത്രമല്ല ഈ ഒരു അവസരത്തിൽ ഇവിടെ DMKക്ക് കൂടി വലിയൊരു തിരിച്ചടിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രീതിയിൽ തമിഴകത്ത് ഒരു അടിത്തറ പാകാൻ കഴിയുന്ന രീതിയിൽ ഒരു 2 മന്ത്രിമാർ ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇപ്പോൾ വിജയ് സർക്കാരിലേക്ക് എത്തുകയാണ്. ഇതോടുകൂടി തന്നെ DMKക്ക് ഇതും വലിയൊരു തിരിച്ചടിയായി തന്നെ മാറും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് പുതിയ സഖ്യം പരീക്ഷിക്കാൻ ഒരുങ്ങിയതും. ഇത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുടരുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വിജയും രാഹുലും തമ്മിലുള്ള വളരുന്ന രാഷ്ട്രീയ സൗഹൃദം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പുതിയ മാറ്റങ്ങളുടെ സൂചനയാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തന്നെ ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുന്നതിന് സാക്ഷിയാകാൻ പ്രതിപക്ഷ നേതാവ് ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും എടുത്ത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസ് മന്ത്രിസഭയുടെ ഭാഗമാകാൻ പോകുന്നു എന്നതാണ് അധികാരമേറ്റതിന്റെ പ്രത്യേകതയും മാത്രമല്ല രാഹുലിന്റെ വരവും ഇവിടെ സൂചിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെ തന്നെ നീണ്ടുനിന്ന കോൺഗ്രസ് DMK സഖ്യം ഉപേക്ഷിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് TVKയുമായി തന്നെ സഖ്യം ചേർന്നത്. ഇത് കോൺഗ്രസിനെതിരെ DMK വിമർശനവുമായി തന്നെ രംഗത്ത് വരികയും കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയെന്നുവരെ കടുത്ത ആരോപണം പോലും DMK ഉയർത്തുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും ഭാവി കണക്ക് കൂട്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം അവിടെ കോൺഗ്രസ് തമിഴ്നാട്ടിൽ നടത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ എടുത്തു പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.